ഹലോ ഫ്രണ്ട്സ്, പെറ്റ് ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴിൽ കണ്ട പോലെ നമ്മുടെ മുയൽ നമുക്ക് നല്ല പണി തന്നിട്ടുള്ള എന്നാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കിളിക്കൂടിനകത്തേക്ക് കയറാം. അപ്പോൾ തുറക്കുമ്പം തന്നെ നമ്മളെ ലൈറ്റിട്ട പൈപ്പ് ഇങ്ങോട്ട് താണു വീണിട്ടുണ്ട്. ഇതവിടെ ഒരു ബെൻഡിട്ടിട്ട് കെട്ടിയതേനും ഇതൊന്നിക്ക ആദ്യം ഇട്ടു ആരോ ഈ കെട്ട് കഴിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി കെട്ടണം. അപ്പോൾ ഇതിവിടെ കെട്ടെ. നമ്മളെ പക്ഷികളിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ തന്നെ വന്ന് നിന്നിട്ട് ഇവിടെ ഒരു തണലിൻ്റെ സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഞാൻ കൂട്ടിക്കയറി അപ്പോൾ നമ്മളെ രാധയുണ്ട് എന്നെ വന്ന് ഇവിടെ നോക്കുന്നത്. എന്താ ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടേ? എൻ്റെ കൈ കടിക്കാൻ നോക്കാം. പിന്നെ ഇതാ നമ്മളെ കൊക്കട്ടയിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുക. ബാക്കി എല്ലാവരും എവിടെയുള്ള ഇതിൻ്റെ മേലെ എവിടെയുള്ള പിന്നെ നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വന്ന് ഫുഡ് കഴിക്കുകയാണ്. കഴിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതാ കാണിച്ചു തരാം. എന്നാൽ മുയൽ കൊളാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളെ കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയുള്ള. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം ഞാൻ മാറ്റിയിട്ടുള്ള. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാ ഫുള്ള് കറുപ്പ് പോലെ കണ്ട നിങ്ങൾ ഫുള്ളായിട്ട് ഇവിടെയെല്ലാം ഫുള്ള് കറുപ്പ് കളറായിട്ടുള്ള ഈ വെള്ളം ഫുള്ള് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് മുയൽ വന്നിട്ട് അപ്പിയിട്ടിട്ട് മുയലിൻ്റെ കാഷ്ടമായത്. ഈ കാഷ്ടവും ഇന്ത്യയിൽ നിന്ന് വീണിട്ട് കാഷ്ടവും മൂത്രവും എല്ലാം കൂടി ഇവർ ഈ കുളത്തുമ്പോൾ നമ്മളിങ്ങനെ നെറ്റിട്ടിട്ടല്ല കിളികൾ വീഴുന്നതുകൊണ്ട് അപ്പോൾ ഈ നെറ്റുമ്പിലോട്ട് നടന്നിട്ടും അവിടെ തന്നെ ഇട്ട് മൂത്രം ഒഴിച്ചിട്ടും ഫുള്ള് കുളം വൃത്തികേടായിട്ടുള്ള ഒരു 1-2 മീൻ ചത്തും പോയി ഇതിൻ്റെ മൂത്രത്തിൻ്റെ ഇതെല്ലാം കൊണ്ട്. അപ്പോൾ മൊത്തം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കുളം വറ്റിച്ചിട്ടുള്ള ഇതിൻ്റെ മീനെല്ലാം നമ്മൾ പിടിച്ചിട്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട്. മീനെല്ലാം പിടിച്ച ടാങ്കിലിട്ടിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ടാങ്കിൽ പിടിച്ചിട്ടുണ്ട് മീനുകളെല്ലാം കൂടിയിട്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയാണ്, അല്ലെങ്കിൽ വെറും ചാകാൻ തുടങ്ങും. അതിനകത്തുണ്ട് എല്ലാവരും ഞാൻ പിടിച്ചതിൻ്റെ അകത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തം കുളം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് നല്ല പണിയുണ്ട്. കുളം മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കണം. പിന്നെ മുയലിനെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലാണ്, ഈ കൂട്ടിൻ്റെ അടിയിലാണ് ഇപ്പോൾ കിടക്കൽ. രണ്ടാളും ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുയലിനെ ചിലപ്പോൾ ഈ കിളിക്കോട്ടിൽ നിന്ന് ഒഴിവാക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും വലയിട്ടിട്ടുണ്ടാവും കുളത്തിന്. പക്ഷികൾ വീഴുന്നുണ്ട് വേറെ എന്തായാലും അതിനകത്ത് വന്നിട്ട് മൂത്രം വയ്ക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. നിലത്തുകാരത്ത് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ വയ്ക്കുന്നതുകൊണ്ട് വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മീനും ചത്തുപോകും. അധികവും ഞാൻ ഇതിനകത്ത് നിന്ന് കിളിക്കൂട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. നമ്മൾ ഈ മുയലിനെ വാങ്ങിയാലും കുറേ കമൻറ്റ് വന്നില്ല. നമ്മൾ കിളിക്കൂട്ടിൽ കുറേ കുഴിയൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ കുഴിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഈ മൂത്രത്തെ കാഷ്ടോടുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുളത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ബാക്കി വേസ്റ്റ് വെള്ളമെല്ലാം ഇന്നലെ ഞാൻ ഫുള്ള് വെള്ളം വറ്റിച്ചാണ്. ബാക്കി അടിയായില്ലല്ലോ നമുക്ക് കോരിയിട്ട് ഇത് വേണ്ട. ഇത്രയും മുയലിൻ്റെ വേസ്റ്റാണ് ഇത്. ഫുള്ളിന് വെള്ളത്തിൽ കലങ്ങിയിട്ട് ഫുള്ള് വെള്ളം വടക്കായിട്ടാണുള്ള. അപ്പോൾ ഇതെല്ലാം മൊത്തം നമുക്ക് കോരിക്കളയാതെ മൊത്തം എന്തായാലും കോരിക്കളയട്ടെ. എന്നിട്ട് കാണിക്കാം ബാക്കി കാര്യങ്ങളോ. അപ്പോൾ ഞാൻ മൊത്തം അരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. മൊത്തം ക്ലീനാക്കി വേസ്റ്റ് വെള്ളമെല്ലാം മറിച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുതിയ വെള്ളം നിറയ്ക്കാൻ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം ടാങ്കിലേക്ക്. എന്തായാലും കുറച്ച് സമയം എടുക്കും വെള്ളം നിറഞ്ഞ് വേണ്ടിക്കൽ. ഈ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ കാണിച്ചു അതിനകത്ത്. പിന്നെ നമ്മളെ കിളിക്കൂട്ടിൽ കുറച്ച് കിളിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കിളിക്കൂട്ടിൽ കിളിക്കൂട്ടിൽ കാണിക്കുന്നില്ല. ആടേരിയിട്ടുണ്ട് ജാവേൻ്റെ ഒരു 5-6 മുട്ടയിനകത്തുണ്ട്. ഒരു കിളിക്കുഞ്ഞിന്ന് വിരിഞ്ഞാണ് ചെറിയൊരു പൂവിലെത്തുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കൂട്ടിലൊരു 2 കിളിക്കുഞ്ഞിനെ ഇപ്പം കാണുന്നുണ്ട്. കരയുന്നുണ്ട്, ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ലവ് ബേർഡ്സിൻ്റെ കുട്ടികളാണ്. നമ്മൾ അധികം ഇടങ്ങാറാക്കുന്നില്ല. അപ്പോൾ 2 അതും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം നോക്കാം. നമുക്ക് മുയലിനെ പിടിച്ച് കിട്ടുന്നുണ്ട് ആൾക്കാർക്കൊക്കെ. അല്ലെങ്കിൽ പിന്നെയും പോയിട്ട് ഒരു അപ്പും കാശുമല്ലേ അപ്പും രണ്ടാളും നല്ല സുഖത്തോടെ കിടന്നിട്ടുണ്ട്. കടലായതുകൊണ്ട് വെയിലായതുകൊണ്ട് കടൽ കിട്ടേണ്ടിട്ട് ഇവിടെ കിടന്നിട്ടാണ്. ബോർഡ് കേട്ടാ തൽക്കാലം ഇതിനകത്ത് വിളിച്ചിട്ട് ഡോറടച്ചാൽ രണ്ടാളും ഞാൻ പിടിച്ചിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. അത് കുറച്ച് ഫുഡും ഇതെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക്
അപ്പോൾ നമ്മൾ വെള്ളം തുറന്നു വിട്ടിട്ട് കുറച്ച് സമയമായി. എന്തായാലും നമുക്ക് വെള്ളം നിറഞ്ഞാൽ നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കേണ്ട സമയത്ത് നമ്മളെ പ്രാവുകളിലും വെയിലും കൊള്ളിട്ട് അവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നമ്മളെ കുളത്തിൻ്റെ മേലെ. അവരിങ്ങനെ തൂവലും ഇതെല്ലാം വൃത്തിയാക്കുന്നതാണ് ഈ സ്ഥിരമുള്ള പരിപാടി. അവരെ ഇതിൻ്റെ നല്ല വെയിലുണ്ടായി ഈ സമയത്തെല്ലാം അവിടെ വന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് ഇതിൻ്റെ തൂവലും കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് ഒരാൾ താഴെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ എല്ലാവരും പറഞ്ഞു വരുന്നത് ഏകദേശം പകുതിയോളം വെള്ളമായിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ പിന്നെ കിളികൾ ഇതിനകത്ത് വീഴുന്നതുകൊണ്ട് നെറ്റ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടാണ് ഇങ്ങോട്ട് തുറന്നു കളഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് മീനെടുത്ത് ഇതിനകത്ത് കൊണ്ടുവരാം. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇതെല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഫുള്ളായിട്ട് വൃത്തിയാക്കിന് പിന്നെ മീനെ എടുക്കട്ടെ. ഞാൻ അതിനകത്ത് മീനുള്ള ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരെ കുഴപ്പമില്ല ഫോണിലേക്ക് ഇടേനി. നമ്മൾ മുയലിൻ്റെ കാഷ്ടെല്ലാം മുന്നോട്ട് കുറച്ച് മീനിൽ നമ്മുടെ അടുത്ത് നിന്ന് ചത്തു പോയിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ വെള്ളം മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് ഗോൾഡ് ഫിഷാണ്. നമ്മളെ ലോങ് ടൈൽ കോഴിക്കാർപ്പത് ഇതും കോഴിക്കാർപ്പന്നെ. അത് വൈറ്റ് മിൽക്കി വൈറ്റ് ആയിട്ടുള്ള 2 ഏഞ്ചൽ ഫിഷ് ഉണ്ട് നമ്മളിതിനകത്ത്. അപ്പോൾ ഇനിയും കൂടി അതിനകത്ത് വിടുന്നുണ്ട്. ഞാൻ കുറച്ചാൾ ഒപ്പരെടുക്കാം. നമ്മളെ ഗോൾഡ് ഫിഷാണ്. നല്ല അടിപൊളി എടുക്കാണ്. നമ്മളെ കുറച്ച് മോളിയും ഫിഷ് ഉണ്ട്. വേറെ ബ്രീഡാകുന്നുണ്ട്. അപ്പുറത്തെ കുളത്തിൽ നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കുട്ടികളെ. അതിൻ്റെ കുടലിലുള്ള കുട്ടികളുണ്ട്. ഓറിനകത്ത് പോട്ടെ. പിന്നെ ഇത് നമ്മളെ കുറച്ച് വലിപ്പമുള്ള ലോങ് ടൈൽ കോഴിക്കാർപ്പാണ്. നല്ല രസമാണ് കാണാൻ. അതും അതിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഗോൾഡ് ഫിഷ് ഉണ്ട് ഇതിനകത്ത്. നല്ല കളറുള്ള അടിപൊളിയാണ്. കോഴിക്കോട അവർ നല്ല രസമുള്ളൊരു കോഴിക്കാർപ്പിൽ അടിപൊളിയാണ് കാണാൻ. അതും ഇനിയുള്ള 2 വലുതാണ്. അപ്പോൾ ഇവർ പിടിക്കുമ്പോൾ എന്തായാലും തുള്ളിക്കളയും. ഞാൻ കാണിച്ചു തരാം. കുറച്ച് വലിപ്പമുണ്ട് ഇവർ. ഇതിനകത്തുള്ള വലിപ്പമുള്ള ഇവരാണ്. ഒരാളിതും അടുത്താളെ പിടിച്ച് കാണിച്ചു തരാം. ഒരാളിതുമാണ്. വെറൈറ്റി കളറാണ്. പോയിക്കോട്ടോ. അപ്പോൾ നമ്മൾ മീനിനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തായാലും ഇതിൻ്റെ മുയലിനെ നമുക്ക് കിളിക്കൂട്ടിൽ ഒഴിവാക്കുന്നത്. പിന്നെയും എന്തായാലും അവർ ഈ നെറ്റ് തടി വഴി പോയിട്ട് അവിടെ എന്തായാലും ആ ഒരു സ്ഥലത്ത് തന്നെ എപ്പോൾ അപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ മുയലിനെ നമ്മളിലേക്ക് ഒഴിവാക്കുന്നത്. പിന്നെ ഇനി ഇന്നത്തെ വീഡിയോ ഇത്ര ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.